ഓണം ഇങ്ങി അടുത്തല്ലോ. ഇത്തവണ പഞ്ചായത്ത് വക ഓണാഘോഷത്തിന് എന്തൊക്കെയാ പരിപാടി? പഞ്ചായത്ത് ഓണാഘോഷത്തിന് നാടകം മഹാഭാരതം മതിയെന്ന എല്ലാവരുടെയും അഭിപ്രായം. മഹാഭാരതമാണോ? എങ്കിൽ എനിക്കതി ശ്രീരാമനായിട്ട് അഭിനയിക്കണം. ശ്രീരാമൻ മഹാഭാരതത്തിലല്ല, രാമായണത്തിലാ. ആരൊക്കെയാ അഭിനയിക്കുന്നത്? പാഞ്ചാലിയായിട്ട് അഭിനയിക്കാൻ പെണ്ണുങ്ങൾ ആരും തയ്യാറല്ല. പാഞ്ചാലിയാകുമ്പോ ഒത്തിരി കരയണം പോലും. മെഗാ സീരിയല് കണ്ട് എല്ലാ അവളുമാരുടെയും കണ്ണീര് വറ്റിപ്പോയിട്ടുണ്ടാവും. പാഞ്ചാലിയായിട്ട് ആരെ അഭിനയിപ്പിക്കും? മോളിയെ കൊണ്ടങ്ങ് ചെയ്യിച്ചാലോ? സാരി ചുറ്റുമ്പം പ്രായം തോന്നിച്ചോളൂ. ചേട്ടാ, എനിക്ക് പറ്റില്ല. ജലദോഷം കാരണം തൊണ്ടയടഞ്ഞിരിക്കുക, ശബ്ദമില്ല. ഇനിയിപ്പൊ ആരെ കിട്ടാനാ? പാഞ്ചാലിയുടെ വേഷത്തിൽ ഞാൻ അഭിനയിക്കാം. അത് കൊള്ളാം. ബോബൻ പാഞ്ചാലിയായി അഭിനയിക്കും. ദുശാസനായി ആരെ എടുക്കുക? ആദ്യം നമുക്ക് ഇവനെ എടുക്കാം. ഇവനാകുമ്പോ റാഗിങ് നടത്തി ചാരി ഊരിയ നല്ല വശമായിരിക്കുമല്ലോ. ദുശാസനായിട്ട് ചേട്ടനെ എടുക്കാം. നല്ല തടിയുള്ളതുകൊണ്ട് ചേരും. ഞാൻ കുറച്ച് സാരി സംഘടിപ്പിച്ചിട്ടുണ്ട്. പാഞ്ചാലിയായി അഭിനയിക്കണേ, വിഗ് വേണം. അതെന്തിനാടാ? അതിന് പാഞ്ചാലിക്ക് വിക്കില്ലായിരുന്നല്ലോ. ചേട്ടാ, വിക്കല്ല, വിഗ്. തലയില് വെക്കുന്ന മുടി, അത് വേണം. അതൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വേഗം റിഹേഴ്സൽ തുടങ്ങിക്കോ. ഓണം ഇങ്ങി എത്താറായി. കഞ്ചിക്കുടി കുരുക്ഷേത്രയുടെ 5ാമത് നാടകം ദ പാഞ്ചാലി കോഡ്. അടുത്ത ഒരു രംഗത്തോടു കൂടി ഈ നാടകം ഇവിടെ പര്യവസാനിക്കുകയാണ്. ദ പാഞ്ചാലി കോഡ് ഒരു സാമൂഹ്യ വസ്ത്രാക്ഷേപ നാടകം. ആറ് സാരി കൂട്ടി തയ്ച്ചിട്ട് ആ പാഞ്ചാലിയെ ഉടുപ്പിച്ചിരിക്കുന്നത്. സാരി അഴിക്കുമ്പോ എണ്ണിക്കൊണ്ട് വേണം അഴിക്കാൻ. 5 എണ്ണം ആകുമ്പോ നിർത്തിക്കോണം. അതൊക്കെ ഞാൻ ഏറ്റാശാനെ. പണ്ട് ഞാൻ ഇതൊക്കെ എത്രയോ ചെയ്തിട്ടുള്ളതാ. ചേട്ടന് സഭാകമ്പമുണ്ടോ? അതൊന്നുമില്ല, ഒരു ചെറിയ വിറയലുണ്ട്. പാഞ്ചാലി, പഞ്ചപാണ്ഡവന്മാരുടെ പ്രിയ പത്നി പാഞ്ചാലി, ഇന്ന് നീ എന്റെ കൊട്ടാരത്തിലെ ദാസി. അയ്യോ കൃഷ്ണ, നീ എവിടെ? എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. നിന്റെ ചേലകൾ ഒന്നൊന്നായി ഞാൻ വലിച്ചെറിയും. എവിടെ നിന്റെ സാരിത്തുമ്പ്? അയ്യോ കൃഷ്ണ, രക്ഷിക്കൂ, രക്ഷിക്കൂ. കൃഷ്ണ, രക്ഷിക്കൂ. ഏത് കൃഷ്ണനെ വിളിച്ചാലും നിന്റെ വസ്ത്രാലങ്കാരം ഞാൻ നടത്തിയിരിക്കും. മറന്ന് അഭിനയിക്കുന്നതിനിടയില് സാരിയുടെ എണ്ണം തെറ്റിപ്പോയതാ.